सजदे में रहने दो अब कहीं ना जाऊंगा अब जो तुमने ठुकराया तो संवर न पाऊंगा मौला 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 मेरे मौला मौला. ഹലോ, ഇന്ന് ഞങ്ങൾ തറവാട്ടിലെ നോമ്പ് പറയണം. ഇത് എടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ അല്ല. പിന്നെ എല്ലാവരും എടുക്കണില്ല ചോദിച്ചപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 3:40 അപ്പം നമുക്ക് അടുക്കളയിൽ എന്ത് പരിപാടി നടക്കണമെന്ന് നോക്കിയിട്ട് അങ്ങനെ ചിക്കൻ അവിടെ പൊരിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ കാബേജും ക്യാരറ്റൊക്കെ അരിയുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ സുത്തുൻ്റെ വക എന്തോ സ്പെഷ്യൽ ഉണ്ട്, അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളാണിത്. അതെന്ത് പക്ഷേ ഭയ്യ കൊക്കല്ല അത് കൊക്ക് ഇവിടെ ഉണ്ട്, അതല്ല ഇവിടെ. പിന്നെ നിങ്ങൾ പറയേണ്ട എൻ്റെ ഓൺ വോയിസ് ആണോ രസം, റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ആണോ രസം എന്നാണ് ഗൈസ്. എന്താ ഞാൻ പറയേണ്ടത്, നമുക്ക് നീനയുടെ ഷെൽഫിൽ നിന്ന് ഓരോന്ന് കട്ടെടുക്കാം. എനിക്ക് പറ്റിയതൊന്നും ഇതില്ല. ഇതെൻ്റെ നീനയുടെ സ്പെഷ്യൽ ഹോം മെയ്ഡ് കെച്ചപ്പ്. ഞാൻ അതിൻ്റെ ഇടയിൽ മസാല കൈയെടുത്തപ്പോൾ എൻ്റെ സിസ്റ്ററിന് ഒരേ ഒരു ആഗ്രഹം അവളുടെ കൈ കൊണ്ട് എടുക്കാൻ, ആ കുന്തളിപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂസര മസാലയാണ് ഗൈസ്. ഇത് തികയോന്നാണ് നമ്മുടെ സുത്തുവിൻ്റെ സംശയം. നമ്മുടെ എന്താ ഫില്ലിങ് നമ്മുടെ അടുക്കളയിലത്തെ കിച്ചണിലത്തെ മിറവാണ്. പയക്ക് നോമ്പുണ്ടോ? എത്ര നോമ്പ്? ഇന്ന് എത്ര നോമ്പെടുത്ത്? സംഭവം ഇങ്ങനെ കാച്ചു കൊണ്ടിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതല്ല ഇത് മുഖം മറക്കണം എന്തിന്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ഇവിടുത്തെ ജ്യൂസാണ് ഗൈസ്. ഉപ്പ് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ സുത്തുവിൻ്റെ സ്പെഷ്യൽ എന്തോ ആണ്. ഇതിൻ്റെ പേരെന്താ സുത്തു? ഇതാണ് ഞങ്ങളുടെ ബൺ ഷവർമ്മ. പിന്നീട് ഫുള്ള് പൂരപ്പറമ്പിൽ പോയ അവസ്ഥയായിരുന്നു. അവിടുന്ന് ഇവിടുന്ന് ശബ്ദവും ബഹളമൊക്കെ കാരണം അവിടെ സമൂസ ഉണ്ടാക്കണേ, ഇവിടെ ബൺഷവർമ്മ ഉണ്ടാക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെയും കുറ്റം പറയുന്നുണ്ട്, നീ വീഡിയോ എടുക്കാണ്ട് നീ ഒന്നും ചെയ്യുന്നില്ലേ. അങ്ങനെ ബൺഷവർമ്മക്കുള്ള ചീസാണ് ഇവിടെ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ ഞങ്ങൾ ബൺഷവർമ്മ റെഡി ആയി. ഇതാണ് എൻ്റെ മച്ച. അങ്ങനെ ഞങ്ങൾ ബൺഷവർമ്മ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ആകുമ്പോൾ എടുക്കണം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ നിരന്തരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനവിടെ കെച്ചപ്പിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കറണ്ട് പോയി, ടൈം നോക്ക്. അങ്ങനെ ബാങ്ക് എടുക്കാനുള്ള 5 മിനിറ്റ് ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്തരമായിട്ട് ഇരിക്കുന്നുണ്ട്. പായലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി. ഇനി അവിടെ അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇതിൻ്റെ കോലം ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഇതാണ് എൻ്റെ വലിയലിയൻ. അവിടെ ഖത്തറിൽ സേഫാണോ എന്നൊക്കെ ചോദിച്ചറിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ബൈ.